നമസ്കാരം സുഹൃത്തുക്കളെ, പരിശോധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ കഴിവ്. ഇറാനെ പറ്റിയും സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എല്ലാ വശങ്ങളും പരിശോധിക്കണം. ഇറാന്റെ ഷഹീദ് മിസൈൽ അല്ല, ഡ്രോണിനെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാന്റെ ഷഹീദ് ഡ്രോൺ മിഡിൽ ഈസ്റ്റിലും അമേരിക്കൻ ബേസുകളിലും ആ മധ്യപൂർവേഷ്യയിൽ കാണിച്ചു വച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളെ പറ്റി നമുക്ക് ഏകദേശം വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് ഷഹീദ് കാണിച്ചു വച്ചിരിക്കുന്നത്? ഷഹീദ് എന്ന് പറയുന്നതിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ഡ്രോണുകൾ ഒന്നാണ്. എക്സാക്ട്ലി അതിന്റെ കോപ്പിയാണ് അമേരിക്കൻ ലൂക്കസ് നിർമ്മിച്ചിരിക്കുന്നത്. 80-ൽ അമേരിക്ക പറഞ്ഞു ഇറാൻ ആയുധങ്ങൾ വിൽക്കരുത്, റോ മെറ്റീരിയൽ വിൽക്കരുത്. 2020-ൽ അമേരിക്ക പറഞ്ഞു ഒന്നും വിൽക്കരുത്. 2025-ൽ അമേരിക്ക പറയുകയാണ് ഇറാന്റെ ഡ്രോൺ ഷഹീദ് നമുക്ക് കോപ്പി ചെയ്യാം. ഷഹീദ് എന്ന് പറയുന്നത് ഇന്ന് AK-47 പോലെ തന്നെയാണ്. ഷഹീദിനെ ഒരു വീണ് കിട്ടിയ ഷഹീദ് അമേരിക്കയുടെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് എടുത്ത് പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. 40 കോമ്പണൻസ് കൂടി ചേർന്നതാണ് ഷഹീദ്. അതിൽ 5-6 കോമ്പണൻസ് അമേരിക്കയുടെയാണ്. അത് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കൻ സാധനങ്ങൾ ഇറാനിൽ വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ വിൽക്കപ്പെടാൻ പാടില്ല, കൊടുക്കാൻ പാടില്ലാത്ത നിയന്ത്രണമാണ്. എന്നിട്ട് പോലും 6-7 സാധനങ്ങൾ അമേരിക്കയുടെ കോമ്പണൻസ് ആണ് ഷഹീദിൽ പെട്ടിരിക്കുന്നത്. 980 മുതൽ ആരംഭിച്ചിരിക്കുന്ന ഇറാന്റെ ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, നമ്മൾ ഹാറ്റ്സ് ഓഫ്. ഇറാനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത്. കാരണം ഇറാന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും അവരെന്തുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുമായിരിക്കും, അവർക്ക് എന്തുകൊണ്ട് ജെറ്റ് ഇല്ല, ഫൈറ്റർ ജെറ്റ് ഇല്ല, 5ാം ജനറേഷൻ ജെറ്റ് ഇല്ല, എന്തുകൊണ്ട് എയർ ഡിഫൻസ് ഇല്ല, അല്ലെങ്കിൽ ടോമഹോക്ക് മിസൈൽസ് ഇല്ല. ആവശ്യമില്ല അവർക്ക്. അവരുടെ ആവശ്യം എന്തായിരുന്നു? ഇറ്റ്സ് ഓൾ അബൌട്ട് ബിൽഡ് എ ഡ്രോൺ ടെക്നോളജി. ഇന്ന് ലോകത്തിലെ 2 ശക്തികളെ നിലയ്ക്ക് നിർത്തുന്ന രാജ്യങ്ങളാണ്. ഒന്ന് ഇറാനും അതോടൊപ്പം തന്നെ യുക്രൈനും. അമേരിക്കയും റഷ്യയും ഏകദേശം അവരോട് മത്സരിക്കുകയാണ്. അവർക്ക് ഒരുപാട് പേർക്ക് 2025-ൽ വൈറ്റ് ഹൗസിൽ വന്ന സെലൻസ്കിയെ ട്രംപ് അപമാനിച്ചു വിട്ടു. യു ഹാവ് നോ കാർഡ്സ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ തിരിച്ചു പോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ച സെലൻസ്കിയോടാണ് കഴിഞ്ഞ ആഴ്ച ട്രംപ് ആവശ്യപ്പെട്ടത്, കുറച്ച് ഇന്റർസെപ്റ്റേഴ്സ് തരാമോ? കാരണം എന്തോ ഒരു ഷഹീദ് എന്ന് പറയുന്ന ഒരു സാധനം പറന്നു വരുന്നു, ഇതിനെ പിടിക്കാൻ പറ്റുന്നില്ല, നീ എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇറാനിന്റെ ഉക്രൈനിൽ നിന്ന്, കുറച്ച് സാധനം തരാമോ എന്ന്. നല്ലവനായിട്ടുള്ള സെലൻസ്കി കുറെ ഇന്റർസെപ്റ്റേഴ്സ് അയച്ചു കൊടുത്തു. ദിസ് ഇസ് മോഡേൺ വാർഫെയർ. ഇത് അബ്സല്യൂട്ട്ലി നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. ടൊമഹോക്ക് മിസൈൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വേറെ ഇന്ത്യ എവിടെയാണ്? ഞാൻ വീണ്ടും പറയുകയാണ്. അതായത് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും BJPക്ക് മാത്രം വോട്ട് ചെയ്താൽ ഇന്ത്യ വിജയിക്കും, ഇന്ത്യ മുന്നേറും. ഒരാളുണ്ട്, ഞാൻ BJPയുടെ അല്പം പ്രാമുഖ്യമുള്ളൊരു വ്യക്തിയാണ് എന്നും കരുതി BJP എല്ലാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൂപ്പറാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയല്ല. ഇവിടെ ട്രംപിനോട് എനിക്ക് അനുകൂലമുണ്ടെങ്കിൽ പോലും ട്രംപ് എല്ലാം സൂപ്പറാണ് എന്നല്ല. ഒരു സെക്ഷൻ ആളുകൾ ആ പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും ഉണ്ട്, രാജ്യദ്രോഹികളാണ്. മൈൻഡ് സെറ്റ് എവിടെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക. കാരണം ഈ ഡ്രോൺ ടെക്നോളജിയിൽ നമ്മൾ എത്രമാത്രം പുറകിലോട്ടാണ്. 2026-ൽ പോലും 2014 ശേഷവും ഇന്ന് ഇന്ത്യയിൽ ഡ്രോൺ ഉണ്ടാക്കണമെങ്കിലും എന്തുണ്ടാക്കണമെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. എവരിവർ ഇറാൻ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇറാനെ നിങ്ങളിപ്പം തെറി പറയും അല്ലെങ്കിൽ നിങ്ങൾ ട്രോൾ ചെയ്താൽ പോലും വി ഹാവ് ടു ലേൺ ഫ്രം ദാറ്റ്. അവരെങ്ങനെയാണ് ഈ പറയുന്ന 3 ആഴ്ചയോളമായി മധ്യപൂർവേഷ്യ പിടിച്ചു കെട്ടിയിരിക്കുന്നത്? ശരിയല്ല ഞാൻ പറയുന്നത്. എത്ര വർഷങ്ങളായി അവര് ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ നെസസിറ്റി, അവരുടെ ആവശ്യം അതായിരുന്നു. അവർ ഡെവലപ്പ് ചെയ്തു ഡ്രോണുകൾ. അവർക്ക് ആവശ്യമില്ലായിരുന്നു എയർ ഡിഫൻസുകളോ, അല്ലെങ്കിൽ പണമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പറഞ്ഞു വരുമ്പോൾ വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഇന്ത്യൻ മൈൻഡ് സെറ്റ്, ഇപ്പം ഞാനടക്കം പറയുകയാണ്, ഇന്ത്യ വിട്ടു പോകുന്നൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നും കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടില്ല. ഇന്നും ഇന്ത്യ ഭരിക്കുന്നത് BJP അല്ല, ഒരു കൂട്ടം ബാബുമാരാണ് ഭരിക്കുന്നത്. അതായത് ഒരു കൂട്ടം റൂളുകൾ ഇപ്പം നാളെ സർക്കാർ തീരുമാനിക്കുകയാണ്. അതായത് നമുക്ക് ഡ്രോൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിയമങ്ങൾ ലഘൂകരിക്കാം എന്ന് തീരുമാനിച്ചാൽ പോലും ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ അതിന് മുകളിൽ നിയമം കൊണ്ടുവരും. അവർ അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കാൻ പോകുന്നില്ല അവിടെ ഉണ്ടാക്കാൻ. കാരണം എന്തുകൊണ്ടാണ്? പഠനമായിരിക്കാം, പുതിയ ജനറേഷൻ വരാൻ താല്പര്യമില്ലായിരിക്കാം. എത്രയോ ടാലൻറ്റ്സ് ഇപ്പം അമേരിക്കയിൽ ട്രംപിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു കാര്യം എടുത്തു പോരണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഈഗോ ഇല്ലാത്തൊരു വ്യക്തി ട്രംപ്. ട്രംപോടെ വന്നു, അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയപ്പോൾ ഉടനടി സെലൻസ്കിനെ വിളിച്ചു, നീ കുറച്ച് സാധനങ്ങളൊക്കെ സെൻഡ് ചെയ്യ്,
ഇപ്പോൾ തിരിച്ചു വിളിച്ചു. ആരെ? ഇലോൺ മസ്കിനെ വിളിച്ചു. ഇത് AI ആണ്, പലന്റിയർ ആണ് യൂസ്. പലന്റിയർ എന്ന് പറഞ്ഞ അനലറ്റിക്കൽ കമ്പനിയുടെ എല്ലാ രാജ്യങ്ങളും യൂസ് ചെയ്യുന്ന പലന്റിയർ ആണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോ. പലന്റിയറിന്റെ ഡേറ്റ സെറ്റാണ് എല്ലാവർക്കും വേണ്ടത്. കാരണം ഈ പറയുന്ന അൺമാൻഡ് ആയിട്ടുള്ള ഡ്രോണുകൾ അത് എവിടെ പോകണം, ഏത് പ്രദേശത്ത് പതിക്കണം എന്ന് തീരുമാനിക്കുന്നത് പലന്റിയർ ആണ്. അവരാണ് ഏറ്റവും വലിയ. അവർ പലന്റിയറിന്റെ CTO വിളിച്ചു, ശ്യാമിനെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, അവനെ വിളിച്ചു കയറ്റി. അവരെ സിവിലിയനായിട്ട് AI എത്രമാത്രം യൂസ് ചെയ്തു ഇക്കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ മിടുക്കൻ. ഇതിൽ ഇന്ത്യ എവിടെയാണ് നമ്മുടെ ജനറേഷൻ? ഇപ്പൊ ശ്യാം ഒരു തമിഴനാണ്. ഇപ്പൊ എത്രയോ ഇന്ത്യക്കാർ എന്തുകൊണ്ട് ഇന്ത്യ വിട്ടു പോരുന്നു? അത് പണം മാത്രമല്ല, അവരുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു നേതൃത്വം വേണം. ഇപ്പോൾ നിങ്ങളൊരു പക്ഷെ പറഞ്ഞാലും ഞാൻ പറയുന്നത് ഗുജറാത്തികളായിട്ട് ഞാൻ ഗുജറാത്തി പോലും സംസാരിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഗുജറാത്തികളായിട്ട് അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നടക്കുന്നത് എന്നൊക്കെ, ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഇന്ന് ഇന്ത്യ ഭരിക്കാൻ നല്ലൊരു പാർട്ടി BJP തന്നെയാണ് കോൺഗ്രസിനെക്കാട്ടും പല കാര്യങ്ങൾ കൊണ്ടും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നല്ലൊരു നേതൃത്വമില്ല, പിന്നെ ഉള്ളവരൊക്കെ അഴിമതിക്കാരാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാവരും നല്ല കുറച്ചു പേരൊക്കെ. പക്ഷെ BJP ഇനി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, മൈൻഡ് സെറ്റ് മാറിയേ പറ്റൂ, ഈ ലോകം മാറും, നിങ്ങൾ കാണണം. വെറുതെ കമന്റ് ഇട്ടുകൊണ്ട് ഇറാൻ പൊളിഞ്ഞു അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂലിച്ചു എന്നല്ല. ആ മൈൻഡ് സെറ്റിനെ, ഇസ്രായേൽ മൈൻഡ് സെറ്റ് ആയാലും ഇറാന്റെ മൈൻഡ് സെറ്റും നിങ്ങൾ അംഗീകരിക്കണം. ആ മൈൻഡ് സെറ്റ് അംഗീകരിച്ചാൽ മാത്രമേ ലോകം നടക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രം പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ നിന്ന് വാഗ അതിർത്തിയിലേക്കോ അല്ലെങ്കിൽ പുൽവാമയിലേക്കോ ഒരു ട്രക്ക്, ഫുൾ ലോഡ് ട്രക്ക് ആയുധം അയക്കണമെങ്കിൽ നമുക്ക് സാധിക്കുമോ? നമ്മൾ 4-5 കൊണ്ടുപോയി അയക്കേണ്ടി വരിക. ഈ പറഞ്ഞ ഇറാനും ഇസ്രായേലും അമേരിക്കയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ആയുധങ്ങൾ പാസ് ചെയ്യുകയാണ്. അത്രമാത്രം നെറ്റ്വർക്കും ലോജിസ്റ്റിക്സ്, അത്ര കോർഡിനേഷൻ ഉള്ളിൽ തന്നെ ഒരു സെൻട്രൽ കോം. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശരിയാണ്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒരുപാട് പഠിച്ചിരിക്കുന്നു. എന്നാൽ പോലും പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇറാൻ വെറുതെ ഇറാൻ ഒരു ചെറിയൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ദാവൂദ് പറഞ്ഞ പോലെ അല്ല. ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ കണ്ട് മനസ്സിലാക്കണം. പിടിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ ഡിറ്റർമിനേഷൻ ശരിയാണ്. അവരുടെ നേതൃനിരയെ കണ്ടുപിടിച്ചുകൊണ്ട് അത് വളരെ ഈസിയാണ്. കാരണം മോൾസ് ഉള്ളിൽ തന്നെ ചാരന്മാരുണ്ടായിരിക്കും. കാരണം 10-500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും വേണ്ടി ഒട്ടിക്കൊടുക്കും. ദാരിദ്ര്യം പിടിച്ചു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് പണമില്ല, സൗകര്യങ്ങളില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡോളറുകൾ വെച്ച് നീട്ടിയാൽ ചിലപ്പോൾ ആളുകൾ ചാടും. ഞാൻ ഇറാൻ അനുകൂലിച്ചുകൊണ്ടല്ല പറയുന്നത്. ഇറാൻ എന്ന് പറയുന്ന ഈവിൾ ആക്സിസ് ആണ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, യാതൊരു സംശയം. എന്നാൽ പോലും അംഗീകരിക്കേണ്ട കാര്യം അംഗീകരിച്ചല്ലേ പറ്റൂ. നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മുന്നേറേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടത് ഡ്രോൺ ടെക്നോളജിയാണ്. അതിന് വേണ്ടത് ഒരു പുതിയ തലമുറയെ വേണം, വാർത്തെടുക്കണം. അതിനുവേണ്ടി ഒരു നേതൃത്വം വരേണ്ടിയിരിക്കുന്നു. ട്രംപിന് പോലും ഇപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത് ഇതൊക്കെ.